ഹലോ ക്യാപ്കട്ട് ബേസിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണിത്, പൊസിഷൻ ആനിമേഷൻ എന്താണെന്നാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ ആനിമേഷനെ കുറിച്ച് പഠിച്ചു. അതിൽ നമ്മൾ നോർമലി ഒരു വീഡിയോ എങ്ങനെ നമ്മുടെ ടൈം ലൈനിലേക്ക്, അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്താണോ അത് നമ്മുടെ ടൈം ലൈനിലേക്ക് എങ്ങനെ എൻ്റർ ആവുന്നു, എങ്ങനെ എക്സിറ്റ് ആവുന്നു, അതുപോലെ ഇൻ ബിറ്റ്വീൻ എങ്ങനെ നമുക്ക് മൂവ്മെന്റ് കൊടുക്കാൻ പറ്റുന്നു, ഇതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കീ ഫ്രെയിമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് ഒരു പൊസിഷൻ മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റുമ്പോൾ അതിന് കിട്ടുന്ന ആനിമേഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇതിന് നമ്മൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ക്യാപ്കട്ട് ആണ്. ക്യാപ്കട്ട് അല്ലാതെ നിങ്ങൾക്ക് ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് എല്ലാവിധ സോഫ്റ്റ്വെയറിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ ക്യാപ്കട്ട് വിൻഡോസ് വേർഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് സെയിം മെത്തേഡ് ഉപയോഗിച്ച് ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്യാപ്കട്ട് എന്ന് പറയുന്നത് ഒരു 2D എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ആക്സസ് മാത്രമാണ് ലഭിക്കുന്നത്. ഒന്ന് പൊസിഷനും, ഒന്ന് എക്സും വൈയും, അങ്ങനെ രണ്ട് ആക്സിസ്. അതുപോലെ അതിൽ റൊട്ടേഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഫീച്ചർ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ ഏത് ആംഗിളിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ എനിക്ക് ഇവിടെ വേണ്ടത്, ഇപ്പൊ ഈ പ്ലെയിൻ ബാക്കിൽ ഒരു സ്കൈന്റെ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഒരു എയറോപ്ലെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ എയറോപ്ലെയിൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്ലിപ്പ് തുടങ്ങി ഈ ക്ലിപ്പ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ എയറോപ്ലെയിൻ ലെഫ്റ്റ് തുടങ്ങി റൈറ്റിലേക്ക് മൂവ് ചെയ്ത് ആ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ എത്തണം, അല്ലെങ്കിൽ സ്ക്രീനിന് വെളിയിലോട്ട് പോകണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സംഭവം കറക്റ്റ് ആണ്. ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു എയറോപ്ലെയിനെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻഡിങ്, അതായത് ഈ ക്ലിപ്പിന്റെ എൻഡിങ്ങിൽ വരുമ്പോൾ ആ എയറോപ്ലെയിൻ ഈ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഇതിന് പുറത്തേക്കായിട്ട് അത് മൂവ് ചെയ്ത് പോകണം. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്, രണ്ട് കീ ഫ്രെയിമുകൾ മാത്രമാണ് നമ്മളിതിന് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പൊ അതില് തുടക്കത്തിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ നോഡുകൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതില് നമ്മൾ മുകളിലുള്ള ട്രാൻസ്ഫോമിന് നേരെ കിടക്കുന്ന ഈ ഒരു കീ ഫ്രെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പൊസിഷനുകളും ലോക്ക് ആവും. ഇനി അതല്ലെങ്കിൽ നമുക്ക് പൊസിഷൻ മാത്രമാണ് ലോക്ക് ചെയ്യേണ്ടതെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം പൊസിഷൻ മാത്രം ഇപ്പോൾ ലോക്ക് ചെയ്തു. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ഇവിടെ തന്നെയാണ് തുടക്കത്തിൽ വേണ്ടത്, അത് അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ടൈം ലൈനിന്റെ ഈ ഒരു കേസർ നമ്മൾ എൻഡിങ്ങിന് വെച്ച ശേഷം ഇവിടെ നമ്മളൊരു പൊസിഷൻ ലോക്ക് ചെയ്തു. അപ്പോൾ ആ പൊസിഷൻ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ വിമാനം എവിടെ എത്തണം? റൈറ്റ് സൈഡിൽ അറ്റത്തായിട്ട് എത്തണം. അപ്പൊ നമ്മൾ പൊസിഷൻ ലോക്ക് ചെയ്ത ശേഷം നമ്മൾ ഇത് മൗസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഇവിടെ നമ്മൾ ഇങ്ങനെ നീക്കി ഇവിടുന്ന് വെളിയിലോട്ട് നീക്കി വെച്ചു. ഇപ്പൊ നമ്മൾ ഇതിന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ? അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന പോലെ നമുക്കൊരു എഫക്റ്റ് കിട്ടും. ഇനി ഇതാണ് മെയിൻലി പൊസിഷൻ ആനിമേഷൻ. ഇനിയിപ്പോൾ ഇത് എക്സ് നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മാത്രമാണ് മൂവ് ചെയ്തത്. മുകളിലേക്കും താഴത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്ക് ഇതിന് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ വിമാനം ഒന്ന് ഷെയ്ക്ക് ആവണമെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ വെച്ച് നമ്മളൊന്ന് ഇവിടെ ഒരു പൊസിഷൻ ആനിമേഷൻ ലോക്ക് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഈ വീഡിയോ തുടങ്ങി ഇവിടെ എത്തുന്ന വരെയുള്ള പൊസിഷൻ ലോക്ക് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ വീഡിയോ ഒന്ന് മുകളിലേക്ക് പോകണം, അല്ല നമ്മുടെ വിമാനം ഒന്ന് മുകളിലേക്ക് പോകണം. തൊട്ടടുത്ത ക്ലിപ്പിൽ വേഗം താഴ്ത്തേക്ക് വരണം. തൊട്ടടുത്ത ഫ്രെയിമിൽ വീണ്ടും മുകളിലേക്ക് പോകണം. തൊട്ടടുത്ത ഫ്രെയിമിൽ വീണ്ടും താഴ്ത്തേക്ക് വരണം. തൊട്ടടുത്ത ഫ്രെയിമിൽ നോർമലി എവിടെയാണോ സെൻറ്ററിൽ എത്തണം. ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് അവിടെ എത്തുമ്പോൾ കീ ഫ്രെയിം ആഡ് ചെയ്തതിനനുസരിച്ച് എന്ത് ചേഞ്ച് ആണ് വരുന്നത് നമുക്ക് നോക്കാം. കണ്ടോ? അപ്പോൾ ആ ഒരു നമ്മൾ എവിടെയാണോ കീ ഫ്രെയിം സെറ്റ് ചെയ്തത് അവിടെ വെച്ച് അതിന് പൊസിഷന് ചേഞ്ചസ് വരും. നമുക്ക് ഇവിടെ ഈ പൊസിഷൻ സെറ്റ് ചെയ്ത നോഡുകൾ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാം. കേട്ടോ? അപ്പൊ അതിനനുസരിച്ച് അവിടെ മൂവ്മെന്റ്സ് ചേഞ്ച് ആയി വരും. അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ ഇതിനിടയിൽ പെട്ടെന്ന് ഷെയ്ക്കിന് വേണ്ടിയിട്ട് ഇട്ട നോഡുകളൊക്കെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ഷെയ്ക്ക് സ്ലോ ആയി. അപ്പോൾ ഈ നോഡുകൾ ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് ഈ മൂവ്മെന്റ്സ് സ്ലോ ആയിക്കൊണ്ടിരിക്കും. നോഡുകൾ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ്സ് നമ്മൾ ഏത് പൊസിഷനിലേക്കാണ് നമ്മൾ മാറ്റിയത് ആ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ ഈ ഒബ്ജക്റ്റ് നീങ്ങുന്നത് കൊണ്ട് മൂവ്മെന്റ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ ഇതിൽ വരുന്ന ഒരു ഭാഗമാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു നോഡ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു റൊട്ടേഷൻ നോഡ് കൂടെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഈ വിമാനം ഒന്ന് നമ്മുടെ ഒബ്ജക്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു വെക്കുക. എന്നിട്ട് അടുത്തേൽ അത് നേരെയാവണം.
അവിടെ ലോക്ക് ചെയ്തതിനു ശേഷം അത് നേരെയാവണു. അടുത്തതിൽ വീണ്ടും ലോക്ക് ചെയ്ത ശേഷം നമ്മൾ ഒരു പ്രാവശ്യം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഈ നോഡുകൾ ലോക്ക് ആവും. അതായത് ഇപ്പം അടുത്തതിൽ ക്ലിക്ക് ചെയ്തു, നമ്മളിവിടെ നോഡ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ റൊട്ടേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ നോഡ് അവിടെ വരും. കണ്ടോ, ആ നോഡ് ഓട്ടോമാറ്റിക്കലി ലോക്കായി വരും. ഇപ്പൊ ഞാൻ ഇടയിൽ എന്തൊക്കെയോ കാട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഔട്ട് എന്താന്ന് നമുക്ക് നോക്കാം. അതൊന്ന് ആ സ്ക്വയർ ബട്ടൺ പോകാൻ വേണ്ടിയിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മളതിനനുസരിച്ച് പല സ്ഥലത്തും റൊട്ടേഷനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ വിമാനം ഇങ്ങനെയൊക്കെ പോകുന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ക്രിയേറ്റീവായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്, നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യുമ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് പൊസിഷൻ ആനിമേഷൻ. നമ്മളിപ്പോൾ ഒരു 2D എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഇവിടെ എക്സ് വൈ രണ്ട് ആക്സിസ് മാത്രമേ ഉള്ളൂ. ഡാവിഞ്ചി പോലുള്ള സോഫ്റ്റ്വെയറിലൊക്കെ ആണെങ്കിൽ ഒരു ക്യാമറ ഒക്കെ ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ അവിടെ ഒരു 3D ആക്സിസ് കൂടെ വരും. അപ്പോൾ അതിൽ സെഡ് ആക്സിസ് കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ ഇതിന് എന്താ പറയുക, ഒരു 3rd ഡയമെൻഷൻ കൂടെ കിട്ടും. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ ഉള്ളത്, നമുക്ക് പൊസിഷൻ മാറ്റുന്നതിനനുസരിച്ച് ഇതിന്റെ വലിപ്പം കൂടി മാറ്റണമെന്ന് വിചാരിക്കുക. അപ്പോൾ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ അടുത്തതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി വിമാനം വലുതാവും ചെറുതാവും കൂടെ ഇതിൻ്റെ ഇടയിൽ ചെയ്യും. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത്, ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മൾ കംപ്ലീറ്റ്ലി പൊസിഷൻ ആനിമേഷൻ ചെയ്യുന്നത്. ഇനി ഇവിടെ 1-2 ക്ലിക്ക് ബട്ടണുകൾ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ക്രീനിന്റെ എവിടെയൊക്കെ സെറ്റ് ചെയ്യണം. നമ്മൾ നോർമലി ഒരു വേർഡിൽ നമ്മുടെ ലെറ്റേഴ്സ് ലെഫ്റ്റിലും റൈറ്റിലും സെന്ററിൽ അലൈൻ ചെയ്യുന്ന പോലെ നമുക്ക് കറക്റ്റ് സെന്ററിൽ അലൈൻ ചെയ്യണമെങ്കിൽ അതിൽ അലൈൻമെന്റിൽ സെന്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് കറക്റ്റ് സെന്ററിലേക്ക് വരും. അങ്ങനെയൊക്കെയാണ്. ഇത് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ പൊസിഷൻ ആനിമേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്നത്. നാളെ മറ്റൊരു ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ